ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞു. കുറേ പേരത് കാണുന്നുണ്ട്. എന്നാൽ ഈ ക്ലാസ്സിൻ്റെ ഞങ്ങൾ ചെയ്യുന്ന എഫർട്ടിനനുസരിച്ച് ഈ കാര്യങ്ങൾ കാണുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഏതായാലും ക്ലാസ്സുകൾ ഉടനെ വരും, സംശയമൊന്നും വേണ്ട. ക്ലാസ്സുകൾ അല്പം ഇൻ്റർവെൽ തരുന്നത് ഒന്ന് കാണാനാണ്, കുറച്ച് പേരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവെൽ തരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ് ഇട്ടു, അത് പെട്ടെന്ന് കണ്ടു, കുറച്ച് പേര് കണ്ടു, 150 പേര് കണ്ടു, അതും കളഞ്ഞു, പിന്നെ അടുത്ത ക്ലാസ് ഇട്ടു, പിന്നെ 200 പേര് കണ്ടു. അപ്പോൾ പിന്നെ അത് ഒരു ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ 3-4 ദിവസം കിടന്നാൽ കുറേ പേരെങ്കിലും ആ ക്ലാസ് കാണാൻ സാധ്യതയുണ്ട്. എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്, ഞാനില്ലാത്ത കാലത്ത് ഈ ക്ലാസ്സുകൾ ആരെങ്കിലും കാണുമായിരിക്കും, തീർച്ചയാണ്. അന്ന് ഇത് വിലയിരുത്തപ്പെടും. പക്ഷേ ഇപ്പോൾ ഇത് വിലയിരുത്തപ്പെടില്ല, തർക്കമില്ല. നമുക്ക് വിഷയത്തിലേക്ക് കടന്നാലെന്താ, 5 മണിഞ്ഞിന് നിന്നാൽ മതിയോ? നമുക്ക് ഇന്ന് എന്താണ് ചെയ്യാൻ പോകണമെന്ന് അഞ്ചുമ നമ്മളെ സുഹൃത്തുക്കളടുത്തൊന്ന് പറയൂ. നമ്മൾ ഇന്ന് കുറച്ച് ടോപ്പിക്കുകളാണ് പറയാൻ പോകുന്നത്. ടോപ്പിക്കുകൾ ഒരു 13 ടോപ്പിക്കുകളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിനകത്ത് കലാപങ്ങളുണ്ട്, അതുപോലെ ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച കുറച്ച് ഓഫറുകളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ക്ലാസ് ആണ്. അപ്പോൾ ഈ 13 ടോപ്പിക്കുകളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ശരി, ഏതൊക്കെയാണ് ടോപ്പിക്കുകളൊന്ന് പറയാമോ? ഒന്നാമത്തേതാണ് ഇൽബർട്ട് ബില്ല്. ഇൽബർട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇൽബർട്ട് ബിൽ പറയൂ, എത്ര പേർക്കറിയാം ഇൽബർട്ട് ബില്ല്? അറിഞ്ഞൂടായെങ്കിൽ അറിഞ്ഞൂടാന്ന് അതിനകത്ത് എഴുതണം. രണ്ടാമത്തത് ദീപാവലി ഡിക്ലറേഷൻ. ദീപാവലി ഡിക്ലറേഷൻ അറിഞ്ഞൂടാത്തവർ കൈവക്കൂ. ആരൊക്കെയാ? മലപ്പുറം, ഇടുക്കി, പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം. അടുത്തത് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം. ഓഗസ്റ്റ് ഓഫർ അറിയാവോ? അടുത്തത് മൗണ്ട് ബാറ്റൺ പദ്ധതി അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൺ പ്ലാൻ. മൗണ്ട് ബാറ്റൺ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പ്രോഗ്രാം അല്ലേ? എത്ര പേർക്ക് അറിയാൻ പറയൂ. അടുത്തത് കലാപങ്ങളാണ്. റംബ കലാപം, പൈഗ കലാപം, മുണ്ട കലാപം, വെല്ലൂർ കലാപം, കുറിച്യ കലാപം, സന്യാസി ഫക്കീർ കലാപം, അതുപോലെ ഏക പ്രസ്ഥാനം, അതുപോലെ സാരാബന്ദി പ്രക്ഷോഭം, ബർദോളി സത്യാഗ്രഹം. അപ്പോൾ താരനി 13 പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പറയാൻ പോണത് അല്ലേ? 13 എണ്ണം. എൻ്റെ സുഹൃത്തുക്കൾ, ആദ്യം ഈ 13 എണ്ണത്തിൽ എത്ര എണ്ണം അറിയാമെന്ന് ടിക്ക് ചെയ്യുക വ്യക്തമായിട്ട്. എന്നിട്ട് എഴുതുക, സാർ 13 എണ്ണത്തിൽ എനിക്ക് 4 എണ്ണം അറിയാമായിരുന്നു, സാർ എനിക്ക് 13 അറിയാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്ര അറിയാമായിരുന്നു എന്ന് പറയണം. എന്നാലേ ഈ ക്ലാസ്സിനൊരു ശക്തി ഉണ്ടാവുകയുള്ളൂ. ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് അറിയാമോ? ഇതിങ്ങനൊരു ക്ലാസ് വേണമെന്ന് അഞ്ചുമ തന്നെയാണ് പറഞ്ഞത്. പലർക്കും ചില ആശയക്കുഴപ്പങ്ങൾ വരുന്നുണ്ട്, സാർ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് അഞ്ചുമ തന്നെയാണ് പറഞ്ഞത്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ശീതസമരം എന്ന വാക്കുപയോഗിച്ചത് ബെർണാഡ് ബറൂച്ചാണ്. ബെർണാഡ് ബറൂച്ച് ഒരു ജനറൽ നോളജ് കൂടെ ചോദിച്ചുകൊണ്ട് ഇന്ന് ക്ലാസ് തുടങ്ങാം. എന്താ, ഇന്നത്തെ ഹിന്ദു പത്രം വായിച്ചപ്പോഴത്തേക്ക് കിട്ടിയ ഒരു വാർത്ത പറയട്ടെ. ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ ഇവിടെയാണ്. 18ാമത്തെ റെയിൽവേ സോൺ വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. 18ാമത്തെ റെയിൽവേ സോൺ വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. ഇന്നത്തെ പത്രത്തിനകത്തുണ്ട്, എല്ലാവരും അത് നോക്കി മനസ്സിലാക്കുക. തുടങ്ങാം. ശരി, എന്താണ് ഇൽബർട്ട് ബില്ല്? ആരാണ് ഇൽബർട്ട്? ഇൽബർട്ട് എന്ന് പറയുന്ന ഒരാളാണ് അല്ലേ? അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു, ശരിയല്ലേ? പറയൂ. ഇൽബർട്ട് ബില്ല്. ഇൽബർട്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെന്ന് സാർ ഇപ്പോൾ പറഞ്ഞു. അദ്ദേഹമാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. എവിടെ? ബ്രിട്ടീഷ് പാർലമെന്റിൽ. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഏത് സഭയിലാണ്? ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസ് PH പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഹൗസ് ഓഫ് കോമൺസ്. ശരി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഹൗസ് ഓഫ് കോമൺസ്. അതായത് ഇവിടുത്തെ ലോകസഭയിലുള്ള പോലെയുള്ള ഹൗസ് ഓഫ് കോമൺസ്. ശരിയാണ്. ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്നത് 1947 ജൂലൈ 18-നാണ്. ശരി, അപ്പൊ ഇനി നമുക്ക് വിഷയത്തേക്ക്. ഇൽബർട്ട് ബില്ല് എന്താണ്? ഇൽബർട്ട് ബില്ല്. ഇൽബർട്ട് ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് റിപ്പൺ പ്രഭുവാണ്. ലോർഡ് റിപ്പൺ പ്രഭു. അതായത് റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ് ഇൽബർട്ട് ബില്ല് അവതരിപ്പിക്കുന്നത്. ഇനി ഇൽബർട്ട് ബില്ലിലൂടെ എന്താണ് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാല്, ഇന്ത്യക്കാരായ ജഡ്ജിമാർക്ക് പ്രതികളെ വിചാരണ ചെയ്യാനും അതുപോലെ വിധികൾ പ്രഖ്യാപിക്കാനുമുള്ള അവകാശമുണ്ട്. അപ്പൊ ഈ ഇൽബർട്ട് ബില്ലിന് മുമ്പ് ബ്രിട്ടീഷുകാരായ ജഡ്ജിമാർക്ക് മാത്രമേ ബ്രിട്ടീഷുകാർ വിചാരണ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇന്ത്യക്കാരായ ജഡ്ജിമാർ താഴേക്കടയിലുള്ളവരാണ്. അവർക്ക് ബ്രിട്ടീഷ് പൗരന്മാരെ, ബ്രിട്ടീഷ് എസ്റ്റേറ്റ് ഉടമകളെ, ബ്രിട്ടീഷ് വനിതകളെ വിചാരണ ചെയ്ത് അവർക്ക് നാണക്കേടാണ്. അപ്പോൾ ഇന്ത്യൻ ജഡ്ജിമാർക്ക് അവിടെ ഒരു വിവേചനം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇൽബർട്ട് ബില്ലോട് കൂടിയോ?
ഇൽബർട്ട് ബില്ലോട് കൂടി പറഞ്ഞത് ഇന്ത്യക്കാരായ ജഡ്ജിമാർക്ക് എന്തിനുള്ള അവകാശം കൊടുക്കണം? ബ്രിട്ടീഷുകാരായ പ്രതികളെ വിചാരണ ചെയ്യുവാനും അവർക്ക് ശിക്ഷ വിധിക്കാനുമുള്ള അവകാശം കൊടുക്കണം എന്ന് ആശയം മുന്നോട്ട് വെച്ചതാണ് ഇൽബർട്ട് ബില്ല്. യഥാർത്ഥത്തിൽ ഇൽബർട്ട് ബില്ല് അങ്ങനെയാണ് ഒരു വിപ്ലവമല്ലേ? ബ്രിട്ടീഷുകാർക്ക് ഒരു നാണക്കേടല്ലേ? കാരണം സായിപ്പന്മാരും മദാമ്മമാരും കോടതിയിൽ കയറി നിൽക്കുമ്പോൾ ഇന്ത്യൻ ജഡ്ജിയാണ് വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇൽബർട്ട് ബില്ല് അവർ ഇഷ്ടപ്പെട്ട് കാണില്ല, ശരിയല്ലേ? പക്ഷെ എന്നാൽ റിപ്പൺ കൊണ്ടുവന്ന ബില്ല് നല്ലതാണ്. അപ്പോൾ എല്ലാവരും തുല്യർ, ജഡ്ജിമാരെല്ലാം തുല്യരായി തീരുകയാണ് ചെയ്തത്, അല്ലേ? ശരി. അപ്പോൾ ഇൽബർട്ട് ബില്ല്, ഈ ഇൽബർട്ട് ബില്ലിനെതിരെ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർക്കിടയിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഉയർന്നു വന്നു. അങ്ങനെ നടന്ന സംഭവമാണ് വൈറ്റ് മ്യൂട്ടണി. വെള്ളക്കാരുടെ മ്യൂട്ടണി. വൈറ്റ് മ്യൂട്ടണി ഇൽബർട്ട് ബില്ലിന് എതിരായിരുന്നു. ഒന്ന് വൈറ്റ് മ്യൂട്ടണി. ഇനി താഴോട്ടൊരു ആരോ ഇട്ടിട്ടെ റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടം ഒന്ന് എഴുതാമോ? റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടം 1880 മുതൽ 84 വരെയാണ്. 84 വരെ. അങ്ങനെയാണെങ്കിൽ ഞാൻ തൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഈ 1880-നും 84-നും ഇടയിൽ നടന്ന ചില സംഭവങ്ങളൊന്ന് പറയണം. പറയൂ. 1878. 1878 ആരുടെ കാലമായിരുന്നു? ലോർഡ് ലിട്ടന്റെ കാലമായിരുന്നു. ലിട്ടൺ പ്രഭുവിന്റെ കാലത്ത് ഈ ലിട്ടൺ പ്രഭു കൊണ്ടുവന്ന 2 കരി നിയമങ്ങളായിരുന്നു. ഒന്ന് ആയുധ നിയമം, ആംസ് ആക്ട്, അതുപോലെ പ്രാദേശിക ഭാഷാ പത്ര നിയമം, ഇത് രണ്ടും കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവിന്റെ കാലത്താണ്. ഇത് രണ്ട് കരി നിയമങ്ങളായിരുന്നു. അപ്പൊ ഇത് രണ്ടും പിൻവലിച്ചത് റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ്. 1882 രണ്ടും പിൻവലിച്ചു, അല്ലേ? ഇതെല്ലാം റിവേഴ്സ് ആയിട്ട് മാറ്റി, അതല്ലേ? അതുകൊണ്ട് റിവേഴ്സ് വൈസ്രോയി എന്ന് ആരെ വിളിക്കാം നമുക്ക് വേണമെങ്കിൽ? റിപ്പൺ പ്രഭുവിനെ വിളിക്കാം. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും റിപ്പൺ പ്രഭുവിനെയാണ്. അപ്പൊ റിപ്പണിന്റെ കാലഘട്ടം 1880 മുതൽ 84 വരെ. അദ്ദേഹത്തിന്റെ കാലത്താണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇൽബർട്ട് ബില്ല് അവതരിപ്പിച്ചത്. ഇൽബർട്ട് ബില്ല് എന്നാൽ ഇന്ത്യൻ ജഡ്ജിമാർക്കും ബ്രിട്ടീഷ് പൗരന്മാരെ വിചാരണ ചെയ്യാം, ഇന്ത്യയിൽ ശിക്ഷിക്കാം. അപ്പോൾ ഇതിനെതിരായി നടന്ന പ്രക്ഷോഭമാണ് വൈറ്റ് മ്യൂട്ടണി. ഇപ്പോൾ ഇൽബർട്ട് ബില്ല് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് എഴുതി ചോദിക്കുക. ഇൽബർട്ട് ബില്ലാണ് പറഞ്ഞത്. രണ്ടാമത്തെ, അപ്പോൾ ഇതിൽ ടിക്കിടുക. 1 കഴിഞ്ഞ് 2ലേക്ക് വരിക. 2. രണ്ടാമത്തേതെന്ന് പറയുന്നത് ദീപാവലി ഡിക്ലറേഷനാണ്. ദീപാവലി പ്രഖ്യാപനം. ദീപാവലി പ്രഖ്യാപനം നടന്ന വർഷം ആദ്യം എഴുതുക. ദീപാവലി പ്രഖ്യാപനം നടന്നത് 1929. 1929 ഒക്ടോബറിലാണോ? ഈ ദീപാവലി നടക്കുന്ന സമയത്താണ് ഈ പ്രഖ്യാപനം നടത്തിയത്. 1929 ദീപാവലി ഡിക്ലറേഷൻ നടന്നത്. ഈ ദീപാവലി ഡിക്ലറേഷൻ പ്രഖ്യാപനം, ശരിയല്ലേ? ഈ ദീപാവലി ഡിക്ലറേഷൻ നടത്തിയത് ആരാണ്? ദീപാവലി പ്രഖ്യാപനം കൊണ്ടുവന്നത് ഇർവിൻ പ്രഭുവിന്റെ ലോർഡ് ഇർവിൻ. ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടം കൂടി ഒന്ന് എഴുതാമോ? ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടമാണ് 1926 മുതൽ 1931 വരെ. 31 വരെ ആയിരുന്നു ഇർവിൻ പ്രഭുവിന്റെ കാലത്ത്. ഈ ദീപാവലി ഡിക്ലറേഷനിൽ എന്താണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്? ദീപാവലി ഡിക്ലറേഷനിലൂടെ മുന്നോട്ട് വെച്ച ആവശ്യം എന്താന്ന് വെച്ചാല്, ഈ ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണെങ്കിൽ അവർക്ക് പുത്രികാ രാജ്യ പദവി അല്ലെങ്കിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകാം എന്ന ആവശ്യമാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള സ്വയം ഭരണം നൽകാം എന്ന് പറഞ്ഞു. ദീപാവലി ഡിക്ലറേഷൻ വരുന്നതിനൊരു സാഹചര്യമുണ്ട്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഈ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിയമലംഘന പ്രസ്ഥാനം നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ സമരം കൂടുതൽ ശക്തിപ്പെടുകയാണ്. അപ്പോൾ ഇന്ത്യക്കാരുടെ സമരത്തെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദീപാവലി ഡിക്ലറേഷൻ ലോർഡ് ഇർവിൻ പ്രഭു നടത്തിയത്. 1926-31 കാലഘട്ടത്തിലാണ് ഇർവിൻ പ്രഭു. ഇനി വേറെ ദീപാവലി ഡിക്ലറേഷൻ വേറെ എന്താ പറയാനുള്ളത്? അതിൻ്റെ വർഷമാണ് വളരെ പ്രധാനപ്പെട്ടത്, 1929. ഈ 1926 മുതൽ 31 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ട് എഴുതാമോ? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ എൻ്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകരിച്ചത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകരിക്കുന്നത്. 1935 ഏപ്രിൽ 1. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ യഥാർത്ഥ പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. അതിനെ ചുരുക്കിയാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്നത്. 1927 സൈമൺ കമ്മീഷനെ പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് പ്രഖ്യാപിച്ചത് 1927. സൈമൺ കമ്മീഷൻ എത്ര പേരുണ്ടായിരുന്നു? 7 പേര്.
7 പേരും വെള്ളക്കാരായതുകൊണ്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചു. പണ്ട് SLC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സൈമൺ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചത്? അതിൽ 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 7 പേരും വെള്ളക്കാരായതുകൊണ്ടാണ് ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചത്. ഈ സൈമൺ കമ്മീഷനിൽ അംഗമായ ഒരാൾ പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ക്ലെമന്റ് ആറ്റ്ലി. ശരി, ഇന്ത്യക്ക് ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. അതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ക്ലെമന്റ് ആറ്റ്ലിയാണ്. ലേബർ പാർട്ടിയുടെ നേതാവായിരുന്നു. അപ്പോൾ സൈമൺ കമ്മീഷൻ 27 സൈമൺ കമ്മീഷനെ പ്രഖ്യാപിച്ചു. ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചു അല്ലേ? പക്ഷേ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചിട്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുകയും പ്രവർത്തനം നടത്തുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? സൈമൺ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനായിരുന്നു അല്ലേ? നിയമപരമായൊരു കമ്മീഷനായിരുന്നു, സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയെന്നാണ് 1928 28 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത്, കറാച്ചിയിൽ. അതുപോലെ തന്നെ സൈമൺ കമ്മീഷൻ കേരളവും സന്ദർശിച്ചിട്ടുണ്ട്. അതും ഒരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരളവും സന്ദർശിച്ചിട്ടുണ്ട്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വട്ടമേശ സമ്മേളനങ്ങളൊക്കെ നടന്നത്. ഇനി 1928 ബർദോളി സത്യാഗ്രഹം നമ്മൾ പിന്നെ പറയും, അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ അത് വേണ്ട. 1929 പറയും. 1929 നമ്മൾ മുമ്പ് പറഞ്ഞ ലാഹോർ സമ്മേളനം. ലാഹോർ കോൺഗ്രസിൻ്റെ പ്രത്യേകത എന്താ? 1900 ലാഹോറിലാണ് INCയുടെ സമ്മേളനം നടന്നത്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്നു. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ആവശ്യം കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ് എന്ന് പറഞ്ഞതാണ് 1929 ലാഹോർ കോൺഗ്രസിന്റെ പ്രത്യേകത. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ലാഹോർ കോൺഗ്രസിലാണ്. അതുപോലെ തന്നെ ലാഹോർ കോൺഗ്രസ് ആണ് 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 1930 ജനുവരി 26. അന്ന് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടിയില്ല. അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. 1950 അല്ലേ? അത് കറക്റ്റാണ്. അടുത്തത് 1929 കഴിഞ്ഞു. 1930 പ്രത്യേകത എന്താ? 1930, 31, 32 കാലഘട്ടത്തിലാണ് വട്ടമേശ സമ്മേളനം. 30, 31, 32 വട്ടമേശ സമ്മേളനങ്ങൾ. ഉപ്പ് സത്യാഗ്രഹം 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയായിരുന്നു ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ശരിയല്ലേ? ഗാന്ധിജി ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6 അന്ന് തന്നെയാണ് മാതൃഭൂമി പത്രം ഡെയിലി ആയത്. 1930 ഏപ്രിൽ 6. വെരി ഫൈൻ, നല്ല കറക്റ്റ് ആൻസർ ആയിരുന്നു. അങ്ങനെയാണെങ്കിലേ 1930 ായിരുന്നു ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞു. 1931 ഗാന്ധി ഇർവിൻ സന്ധി. 1931 ഗാന്ധി ഇർവിൻ സന്ധി. അതായത് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാമെന്നും ഇർവിൻ പ്രഭു തടവുകാരെ മോചിപ്പിക്കാമെന്നും വ്യവസ്ഥ ചെയ്തു. ഇതാണ് ഗാന്ധി ഇർവിൻ സന്ധി 1931. അപ്പോൾ 1926 മുതൽ 31 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഇർവിൻ പ്രഭു ആയിരുന്നു. ഇനി ദീപാവലി ഡിക്ലറേഷനും ഇത്രയും ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തയിലേക്ക് പോകാം. അതുപോലെ തന്നെ 1929 സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനെയാണെങ്കിലേ പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാ? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാ? CV രാമൻപിള്ള. അതിന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ശരി, ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ശരി, നമ്മൾ ദീപാവലി ഡിക്ലറേഷൻ ആണ് പറഞ്ഞത്. ദീപാവലി ഡിക്ലറേഷന്റെ വർഷം 1929. ഇത് കൊണ്ടുവന്ന വൈസ്രോയി ആണ് ഇർവിൻ പ്രഭു. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1926 മുതൽ 31. ദീപാവലി പ്രഖ്യാപനത്തിലൂടെ ഇർവിൻ പ്രഭു മുന്നോട്ട് വെച്ച ആശയം എന്തെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർ സഹായിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി അല്ലെങ്കിൽ പുത്രികാ രാജ്യ പദവി, അതായത് ബ്രിട്ടന്റെ കീഴിൽ സ്വയംഭരണ അവകാശം നൽകാമെന്ന് മുന്നോട്ട് വെച്ചതാണ് ദീപാവലി ഡിക്ലറേഷൻ. അത് കഴിഞ്ഞ് 1926 31 ഇടയ്ക്കുള്ള കുറച്ച് സംഭവങ്ങളാണ് പറഞ്ഞത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇതിന്റെ മറ്റൊരു പേരാണ് അല്ലെങ്കിൽ യഥാർത്ഥ പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകരിക്കുന്നത് 1935 ഏപ്രിൽ 1. RBI ദേശസാൽക്കരിക്കുന്നത് 1949 ജനുവരി 1. അതേസമയം RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ.
ഈ ആർ ബി ഐയുടെ ചിഹ്നം എന്താണ്? എണ്ണപ്പനയും കടുവയും. ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ആർ ബി ഐയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. ശരി, അടുത്തത് 1927 സൈമൺ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നത്. 7 പേരായിരുന്നു അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അതിൽ അംഗമായ ഒരു വ്യക്തി പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി. അദ്ദേഹമാണ് ക്ലെമന്റ് ആറ്റ്ലി. 7 പേരും വെള്ളക്കാരായതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ അതിനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. 1928 സൈമൺ കമ്മീഷൻ. ഈ സൈമൺ കമ്മീഷൻ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. 1919 ഭരണപരിഷ്കാരത്തെ കുറിച്ച് പഠിക്കുകയും 1927 സൈമൺ കമ്മീഷന്റെ ലക്ഷ്യമായിരുന്നു. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ശരി, അടുത്തത് 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്നത്. 1930 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിന്റെ നിർദ്ദേശപ്രകാരമാണ് വട്ടമേശ സമ്മേളനങ്ങൾ തുടങ്ങിയത്. 1929 ഒരു പ്രത്യേകതയാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ലാഹോർ കോൺഗ്രസിലാണ്. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ലാഹോർ കോൺഗ്രസിലാണ്. അതുപോലെ 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചതും 1929 ലാഹോർ കോൺഗ്രസിലാണ്. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലാഹോർ കോൺഗ്രസിന്റെ സവിശേഷതകളിൽ ഉൾപ്പെട്ടത് അതിനകത്ത് കൊടുത്തിരുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു എന്നായിരുന്നു കൊടുത്തിരുന്നത്. ആരംഭിച്ചില്ല, ആരംഭിക്കാൻ തീരുമാനിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അടുത്തത് 1930 ഒരു പ്രത്യേകത പറഞ്ഞത്. 1930 ഒന്നാം വട്ടമേശ സമ്മേളനം. അതുപോലെ 1930 നിയമലംഘന പ്രസ്ഥാനം. 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ. ഏപ്രിൽ 6 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചത്. അതേ ഡേറ്റ് തന്നെ, അതായത് 1930 ഏപ്രിൽ 6 മാതൃഭൂമി പത്രം ഡെയിലി ആകുന്നത്. വട്ടമേശ സമ്മേളനങ്ങൾ പറഞ്ഞപ്പോൾ 1930, 31, 32 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികളാണ്. ഒന്ന് ഡോക്ടർ BR അംബേദ്കർ, അതുപോലെ തേജ് ബഹദൂർ സപ്രു, ബീഹം ജഹന്നാര ഷാനവാസ്. ശരി, 2 ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ട് ഞാൻ തന്നെ എത്തി. ഗാന്ധി ഇർവിൻ സന്ധി നമ്മൾ പറഞ്ഞു 1931 പറഞ്ഞു, ശരിയല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, താനിവിടെ പറഞ്ഞല്ലോ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രത്യേകം പൂർണ്ണ സ്വരാജാണ്. എന്നാൽ കോൺഗ്രസ് സോഷ്യലിസം അംഗീകരിച്ച സമ്മേളനം ഏതാണ്? 1955 ആവടി കോൺഗ്രസ്. അതിൻ്റെ അധ്യക്ഷനായിരുന്നു UN ഥേബാർ. ഈ ആവടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഗാന്ധി ഇർവിൻ സന്ധി 1931 അല്ലേ? പിന്നെ യഥാർത്ഥത്തിൽ ഈ വട്ടമേശ സമ്മേളനങ്ങൾ ഇന്ത്യക്ക് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെ ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കാം, എങ്ങനെ നിയമനിർമ്മാണം നടത്താം, അതിന് വേണ്ടിയിട്ടായിരുന്നു വട്ടമേശ സമ്മേളനങ്ങൾ നടത്തിയത്. ലണ്ടനിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാ? രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം. അതിലാര് പങ്കെടുത്തു? ഗാന്ധിജി പങ്കെടുത്തു. ശരി, അപ്പോൾ 2 എണ്ണം പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, മിടുക്കി. അടുത്ത ഓഗസ്റ്റ് ഓഫറാണ്. ഓഗസ്റ്റ് ഓഫറിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1940 ഓഗസ്റ്റ് 8. ഓഫർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഓണത്തിന് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ മറ്റു കുറച്ച് സാധനങ്ങൾ ഫ്രീ ആയിട്ട് ഇടും. അതൊരു ഓഫറാണല്ലേ? ശരി, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾ ആദ്യം 5000 രൂപ അടയ്ക്കണ്ട, ഈ മാസം എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ ആളുകൾ പറയും. ഇതൊരു ഓഫറാണ്. ഇതുപോലെ ഓഗസ്റ്റ് ഓഫർ 1940 ഒരു കാര്യം മനസ്സിലാക്കാനുള്ള എന്താണെന്ന് അറിയാമോ അഞ്ചുമ? ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണം. ഇപ്പോൾ സൈമൺ കമ്മീഷൻ വരാനുള്ള കാരണം വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുകയാണ്, ബ്രിട്ടീഷുകാർ കൂടുതൽ ബുദ്ധിമുട്ട് വരികയാണ്. അങ്ങനെയാണ് സൈമൺ കമ്മീഷൻ പ്രഖ്യാപിച്ചത്. അതേപോലെ തന്നെയാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടത്തിയത്, ഇന്ത്യക്കാരെ കുറച്ചുകൂടി ഒന്ന് സമാധാനപ്പെടുത്താനാണ്. ഓഗസ്റ്റ് ഓഫറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1939-45 സെക്കൻഡ് വേൾഡ് വാർ നടക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാർ നടക്കുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ സഹായം ബ്രിട്ടീഷുകാർക്ക് വേണം, ശരിയല്ലേ? ഇന്ത്യയുടെ സഹായം ബ്രിട്ടീഷുകാർക്ക് നേടിയെടുക്കണം, കാരണം അവർക്ക് ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം ചെയ്യണം, ശരിയല്ലേ? അതുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് ഓഫർ വരുന്നത്. 1940 യുദ്ധം നടക്കുകയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും മനസ്സിലാക്കണം. 2ാം ലോക മഹായുദ്ധം നടക്കുകയാണ്. ആദ്യം ജർമ്മനി ബ്രിട്ടനെ തകർത്തിളഞ്ഞോ, ഫ്രാൻസിനെ തകർത്തിളഞ്ഞു ജർമ്മനി തുടക്കത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ത്യക്കാർക്ക് ആവശ്യം പോലെ ജനസംഖ്യയുണ്ട്, പ്രവർത്തിക്കാൻ ആളെ കിട്ടും. അതുകൊണ്ട് ഇന്ത്യയുടെ സഹായം ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് ഒരു ഓഫർ മുന്നോട്ട് വെച്ചത്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ എങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ തരാം
ഇനി ആരാണ് ഓഫർ? അപ്പോൾ ഓഗസ്റ്റ് ഓഫറിന്റെ ഡേറ്റ് പറഞ്ഞു 1940 ഓഗസ്റ്റ് 8. ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയിയാണ് ലിൻ ലിത്ഗോ പ്രഭു. ഓ, ലിൻ ലിത്ഗോ പ്രഭു. ലിൻ ലിത്ഗോ പ്രഭു. ലിൻ ലിത്ഗോ പ്രഭു. ശരി. വളരെ കാലം അദ്ദേഹം ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. 1936 മുതൽ 44 വരെ. 44 വരെ വൈസ്രോയി ആയിരുന്നു. ലിൻ ലിത്ഗോ പ്രഭു. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോഴത്തേക്ക് ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി? ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു. അപ്പൊ ഇന്ത്യയുടെ സഹകരണത്തിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു പദ്ധതി എന്തായിരുന്നു? ഓഗസ്റ്റ് ഓഫർ. എന്താണ് ഈ ഓഫർ? അതായത് 1940 ഈ ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നത്. നമുക്കറിയാം 1939 മുതൽ 45 വരെ ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. അപ്പം ബ്രിട്ടന് കൂടുതൽ സഹായം വേണമായിരുന്നു. ഇദ്ദേഹം ഈ ഓഫറിലൂടെ മുന്നോട്ട് വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനെ സഹായിക്കുകയാണെങ്കിൽ, ഇന്ത്യ ബ്രിട്ടനെ യുദ്ധത്തിൽ സഹായിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ അവകാശങ്ങൾ തരാം. അതായിരുന്നു ഈ ഓഫറിലൂടെ മുന്നോട്ട് വെച്ചത്. അതുപോലെ അന്നത്തെ കാലത്ത് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടവും കൂടിയായിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, അതുപോലെ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാൻ സഹായിക്കാമെന്ന് അംഗീകരിച്ചതും ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ്. ശരി. വേറെ ഈ ഓഗസ്റ്റ് ഓഫറിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പിന്നെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി, കൗൺസിൽ ആക്ട് 1935. അതിനെ പറയുന്നതാണ് ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയും ചെയ്യുന്നു. 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 37 പ്രോവിൻസുകളിൽ ഇലക്ഷൻ നടന്നു. പ്രോവിൻസുകളിൽ ഇലക്ഷൻ നടന്നപ്പോഴത്തേക്ക് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി. പക്ഷേ 1939 ആൾ ഓൺ എ സഡൻ കോൺഗ്രസ് മിനിസ്റ്റേഴ്സ് റിസൈൻഡ്. വൈ? എന്തുകൊണ്ടാണ് 39 കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് ലിൻ ലിത്ഗോ പ്രഭുവിൻ്റെ കാലത്ത്? എന്തുകൊണ്ടാണ്? കോൺഗ്രസിനോട് ആലോചിക്കാതെ ഇന്ത്യ സഖ്യകക്ഷികളുടെ ഭാഗം ചേർന്ന് ജർമ്മനിക്കെതിരായി യുദ്ധം ചെയ്യുമെന്ന് ആര് പ്രഖ്യാപിച്ചു? ലിൻ ലിത്ഗോ പ്രഭു പ്രഖ്യാപിച്ചു. അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. പണ്ട് SSLCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 1939 തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് എന്തുകൊണ്ട്? അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻ ലിത്ഗോ പ്രഭു ഇന്ത്യ സഖ്യകക്ഷികളുടെ ഭാഗം ചേരുമെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതുകൊണ്ട് കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. 1937 ഇലക്ഷൻ നടന്നതെന്നുകൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി 1936 മുതൽ 44 വരെയുള്ള കാര്യങ്ങളൊന്നും ഓടിച്ച് പറയാൻ എഴുതണ്ട. 37 ബർമ്മ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു. 1937 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി. 38 39 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. 40 വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു. ഓഗസ്റ്റ് ഓഫർ. 41 പേൾ ഹാർബർ ആക്രമണം. പേൾ ഹാർബർ ആർക്കെങ്കിലും സംശയമുണ്ടോ പേൾ ഹാർബർ ആക്രമണം എന്താണെന്ന്? പേൾ ഹാർബർ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായ ഹവായിലാണ് പേൾ ഹാർബർ. അത് പസഫിക് ഓഷനിലാണ്, ജപ്പാൻ്റെ അടുത്താണ് ഇത് കിടക്കുന്നത്. അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളാണ്. 48+2 48 ഒരുമിച്ച് കിടക്കുന്നു, 2 വ്യത്യസ്തമായി കിടക്കുകയാണ്. അതിൽ 2ൽ 1 കിടക്കുന്നത് കാനഡയുടെ അടുത്ത് അലാസ്ക. അതാണ് ഏറ്റവും വലിയ സംസ്ഥാനം. അത് പസഫിക് ഓഷനിൽ ചേർന്ന് കിടക്കുകയാണ്. എന്നാൽ അമേരിക്കയുടെ മറ്റൊരു സംസ്ഥാനമാണ് ഹവായി. ഈ ഹവായി ദ്വീപിലാണ് പേൾ ഹാർബർ. അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളുള്ളതിൽ 48 ഒരുമിച്ച് കിടക്കുന്നു, 2 വെവ്വേറെ കിടക്കുകയാണ്. അതിൽ 1 അലാസ്ക. അലാസ്ക അമേരിക്കയോട് ടച്ച് ചെയ്ത് കിടക്കുകയല്ല, കാനഡയുടെ ഭാഗത്ത് കിടക്കുകയാണ്. പസഫിക് ഓഷനിൽ ചേർന്ന് ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചാലും ഏത് തന്നെയാണ്? അലാസ്ക തന്നെയാണ്. ഹവായി ദ്വീപ്, ഈ ഹവായി ദ്വീപ് കിടക്കുന്ന പസഫിക് ഓഷനിലാണ്, അമേരിക്കയിൽ നിന്ന് വളരെ അകലെയാണ്. അത് അവരുടെ ഒരു സ്റ്റേറ്റാണ്. ഈ ഹവായി ദ്വീപ് ജപ്പാൻ അടുത്താണ് കിടക്കുന്നത്. ജപ്പാൻ ഹവായി ദ്വീപ് 1941 ആക്രമിച്ചു. അവിടെയാണ് ഹവായി ദ്വീപിലാണ് പേൾ ഹാർബർ ഇവരുടെ വിമാനങ്ങളും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. അതാണ് പേൾ ഹാർബർ ആക്രമണം. 41 രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ചത് 1941. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം. പിന്നെ ക്രിപ്സ് ദൗത്യം 1942 ആദ്യം പറയേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് ഇനി തിരിച്ചു വരാം. ശരി, അപ്പോൾ എവിടെ എത്തി നമ്മൾ? ഓഗസ്റ്റ് ഓഫർ കഴിഞ്ഞു. ഇനി മൗണ്ട് ബാറ്റൺ പ്ലാൻ. മൗണ്ട് ബാറ്റൺ പ്ലാൻ മൗണ്ട് ബാറ്റൺ പ്ലാൻ മൗണ്ട് ബാറ്റൺ പ്ലാൻ മൗണ്ട് ബാറ്റൺ പ്ലാൻ കൊണ്ടുവരുന്നത് 1947 ജൂൺ 3-നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ജൂൺ 3 പ്ലാൻ എന്നും അറിയപ്പെടുന്നു. ജൂൺ 3 പ്ലാൻ 47 ജൂൺ എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്? ഇതിലൂടെ ലൂയി മൗണ്ട് ബാറ്റൺ ആണ് ഈ പ്ലാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇന്ത്യയെ
വിഭജിച്ച് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പ്രവിശ്യകളാക്കി മാറ്റാം എന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നീട് നടന്നില്ല ഉടൻ തന്നെ. അപ്പോൾ മൗണ്ട് ബാറ്റൺ പ്ലാൻ മുന്നോട്ട് വെച്ചത് മൗണ്ട് ബാറ്റനാണ്. ഇനി ഒരു 2-3 കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? ലോർഡ് മൗണ്ട് ബാറ്റൻ. അവസാനത്തെ വൈസ്രോയി ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റന് തൊട്ട് മുമ്പുണ്ടായിരുന്ന വൈസ്രോയി ലോർഡ് വേവലിനെ തിരിച്ചു വിളിച്ചിട്ടാണ് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ അയച്ചത്. ഈ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് പറഞ്ഞത് ഗാന്ധിജിയെ ഒൺമാൻ ആർമി എന്ന് വിളിച്ചു. ഒറ്റയാൾ പട്ടാളം. ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് വിളിച്ചു, ഒൺമാൻ ആർമി എന്ന് വിളിച്ചത് മൗണ്ട് ബാറ്റൻ ആണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. മൗണ്ട് ബാറ്റൻ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞത് മൗണ്ട് ബാറ്റൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കി. സ്വതന്ത്ര ഭാരതത്തിലെ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യക്കാരനുമാണ് ആര്? സി രാജഗോപാലാചാരി. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്ലാൻ ഒന്ന് പറഞ്ഞ് നമുക്ക് മാറ്റിക്കളയാം. മൗണ്ട് ബാറ്റൻ പ്ലാൻ 1947 ജൂൺ 3-നാണ്. ജൂൺ 3-ന് കൊണ്ടുവന്ന പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ജൂൺ 3 പ്ലാൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. മൗണ്ട് ബാറ്റൻ പ്ലാൻ മുന്നോട്ട് വെച്ചത് ലൂയി മൗണ്ട് ബാറ്റൻ ആണ്, അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അതായത് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 പ്രവിശ്യകളാക്കി മാറ്റാൻ തീരുമാനിച്ചൊരു കൊണ്ടുവന്ന പ്ലാനാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ കൂടിയാണ് ലൂയി മൗണ്ട് ബാറ്റൻ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള വൈസ്രോയി ആരായിരുന്നു? ലൂയി മൗണ്ട് ബാറ്റൻ. അടുത്തത്, എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെയും ഇന്ത്യക്കാരനുമായ ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാലാചാരി, ചക്രവർത്തി രാജഗോപാലാചാരി. ഗാന്ധിജിയെ 1 മാൻ ആർമി എന്ന് വിശേഷിപ്പിച്ചത് ലൂയി മൗണ്ട് ബാറ്റൻ ആണ്. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാൽ എന്താ? അടുത്ത റംബ കലാപം. എന്തെല്ലാമാണ് പഠിക്കണമല്ലേ? ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എഴുതണം. ഞാൻ എഴുതി വെച്ച് തരാം. ഞങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ ജിയോഗ്രഫിയിലേക്കും എക്കണോമിക്സിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടും. നല്ല നിലവാരത്തിലുള്ളൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. റംബ കലാപം എത്ര പേർക്കറിയാം? കൈവക്കടോ. പാലക്കാട്, കൊൽക്കത്തയിലിരുന്ന് ക്ലാസ് കാണുന്ന ആൾ, ഹിമാചലിലിരുന്ന് ക്ലാസ് കാണുന്ന ആൾ കൈവക്കൂ. ഡൽഹിയിലിരുന്ന് ക്ലാസ് കാണുന്ന ഒരു ടീച്ചറുണ്ട്, നമ്മളെ ക്ലാസ് കാണുന്ന. എന്താണ് ഈ റംബ കലാപം? ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോവുകയാണ്. ഈ റംബ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? റംബ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ഒരു സ്ഥലമാണ്, താഴോട്ടാഴ ഒരു സ്ഥലമാണ്. റംബ എന്ന് പറയുന്നത് റംബ പ്രദേശം ഈ പൂർവ്വഘട്ടത്തിലാണ്. ഈ പൂർവ്വഘട്ടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ല, അത് ആന്ധ്രാപ്രദേശാണ്, അല്ലെങ്കിൽ ആ ബേ ഓഫ് ബംഗാളിൽ ചേർന്ന് കിടക്കുന്ന പ്രദേശം ആന്ധ്രാപ്രദേശാണ്. പൂർവ്വഘട്ടത്തിലാണ് റംബ. ഒരു വനപ്രദേശമാണ്. ഈ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഏത്? റംബ. പിന്നെ ഇനി ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പിന്നെ ഇതെല്ലാം അഗ്രേറിയൻ റിവോൾട്ടുകളായിരുന്നു, കർഷക പ്രക്ഷോഭങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ളത്, ഭൂവുടമകൾക്കെതിരായിട്ടുള്ള കർഷക പ്രക്ഷോഭങ്ങളായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഈ റംബ പ്രദേശത്തെ ഗോത്രവർഗ്ഗക്കാർക്ക് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനൊക്കെ ഭയങ്കര തടസ്സം നേരിട്ടു. അതായത് മദ്രാസ് പ്രോവിൻസിൻ്റെ കീഴിലാണ് ആന്ധ്രാപ്രദേശൊക്കെ. മദ്രാസ് പ്രോവിൻസ് പുതിയ ഫോറസ്റ്റ് നിയമം പാസ്സാക്കി. ആ ഫോറസ്റ്റ് നിയമം പാസ്സാക്കിയപ്പോഴത്തേക്ക് ഈ ആദിവാസികൾക്ക്, ഗോത്രവർഗ്ഗക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. വനത്തിൽ കയറാനും വനവിഭവങ്ങൾ ശേഖരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന പ്രക്ഷോഭമാണ് റംബ കലാപം. എന്നാണെന്ന് കൂടി എഴുതുക. അതാണല്ലോ ഏറ്റവും അത്യാവശ്യം. നടന്നത് 1922-24 കാലഘട്ടത്തിലാണ്. 22-ലാണ് റംബ കലാപം തുടങ്ങിയതല്ലേ? നമുക്ക് റംബ കലാപം അങ്ങനെ നമുക്ക് പറയാം. ഈ റംബ കലാപത്തിന് ഏതൊരു കലാപത്തിനും നേതൃത്വം കൊടുക്കണമല്ലോ. ആരാണ് ഇവിടെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ റംബ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് അല്ലൂരി സീതാരാമരാജു. അല്ലൂരി സീതാരാമരാജു. ഈ അല്ലൂരി സീതാരാമരാജു ഡിസ്ട്രിക്റ്റ് ഉണ്ട് ആന്ധ്രാപ്രദേശിൽ.
അല്ലൂരി ഡിസ്ട്രിക്റ്റിലുണ്ട് കേട്ടോ. ഇതിനുള്ള പ്രത്യേകത വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അടുത്ത കാലത്ത് നരേന്ദ്രമോദി അവിടെ ഉദ്ഘാടനം ചെയ്തു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ റംബ കലാപം ഞാൻ കൂടി ചോദിക്കട്ടെ, റംബ കലാപം നടന്ന വർഷം ഏതാ? 1922. റംബ കലാപത്തിന് നേതൃത്വം കൊടുത്തതാരാ? അല്ലൂരി സീതാരാമരാജു. റംബ കലാപം എന്ന് പറയുന്നത് അവിടുത്തെ കർഷകരും ആദിവാസികളും നടത്തിയ സമരമാണ്. ശരിയാണോ തെറ്റാണോ? അതെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണ്. റംബ കലാപം നടന്ന ഇന്നത്തെ സ്ഥലം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഈ ആന്ധ്രാപ്രദേശ് ഏത് പ്രോവിൻസിന്റെ കീഴിലായിരുന്നു? ബ്രിട്ടീഷ് പ്രോവിൻസിന്റെ കീഴിലായിരുന്നു. ബ്രിട്ടീഷ് എവിടുത്തെ ബ്രിട്ടീഷ് പ്രോവിൻസ്? മദ്രാസ് പ്രോവിൻസിന്റെ കീഴിലായിരുന്നു. മദ്രാസ് പ്രോവിൻസിന്റെ കീഴിലായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരായി നടന്നതാണ് റംബ കലാപം. അവസാനം ഈ അല്ലൂരി സീതാരാമരാജുവിന് എന്ത് ചെയ്യുന്നറിയാമോ? കൊന്നുകളഞ്ഞു. അതാണ് സംഭവിച്ചത്. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വന്നാൽ എന്താ? അടുത്ത ഭാഗം ഏതാണ്? റംബ കലാപം കഴിഞ്ഞു. അടുത്ത പൈക കലാപം. ഈ പൈക കലാപത്തെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയാം, ഇത് വിവാദമാവാനൊരു കാര്യം ഉണ്ടായി ഈ അടുത്ത കാലത്തായിട്ട്. പൈക കലാപം, പൈകകൾ എന്ന് പറഞ്ഞാൽ ആദിവാസികളാണ്. ഈ പൈക കലാപം നടന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഇന്നാരെന്ന് ഞാൻ പറയുന്നില്ല. ചില ആളുകൾ പറയുന്നത് പൈക കലാപമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം. അപ്പം 1857 മുമ്പ് തന്നെ നടന്നതായിരിക്കണം അല്ലേ? അപ്പോൾ പൈക കലാപം നടന്ന വർഷം എഴുതൂ. 1817. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ഈ പൈക കലാപം നടന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഇന്നത്തെ ഒഡീഷയിലാണ്. ഒഡീഷ. പൈക കലാപം. പൈകകൾ, പൈക എന്ന് പറയുന്നത് ഒരു ഗോത്രവർഗ വിഭാഗമാണ്. അവരും അവരുടെ ചൂഷണത്തിനെതിരായി ഭൂമിക്ക് വേണ്ടി അല്ലേ നടത്തിയ ഒരു കലാപമാണ് പൈക കലാപം. ഈ പൈക കലാപത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? ബക്ഷി ജഗബന്ധു. ഈ ബക്ഷി ജഗബന്ധു PSC പരീക്ഷയ്ക്ക് ചോദിക്കാം. അല്ലൂരി സീതാരാമരാജു പോലെ ബക്ഷി ജഗബന്ധുവാണ് നേതൃത്വം കൊടുത്തത് പൈക കലാപത്തിന്. ഒഡീഷയിലാണ് പൈക കലാപം നടന്നത്. വർഷമായിരിക്കും ചോദിക്കുന്നത് 1817. അതേസമയം റംബ കലാപം 1922-24. ശരി, നമുക്കിത് കൂടുതലൊന്നും സംസാരിക്കേണ്ടതില്ല. അപ്പോൾ അതും കഴിഞ്ഞു. നമുക്ക് അടുത്തതിലേക്ക് പോയാൽ എന്താ? അടുത്ത മുണ്ട കലാപം. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളുടെ ക്ലാസ് ഉപയോഗപ്രദമാണോ? പറയൂ. എന്താ ഒരു മടിയടോ പറയാൻ? കൊല്ലം പറയടോ. ഈ മലപ്പുറത്തെ കുട്ടികളെ നന്നായിട്ട് പഠിച്ച് ജോലി വാങ്ങിക്കണം. നിങ്ങൾ 100% പഠിച്ച് ജോലി വാങ്ങിച്ച് സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് ഉണ്ടാക്കണം. മലപ്പുറക്കാർ പഠിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താ, നമ്മളെ ഇവിടുത്തെ ആളുകളൊക്കെ പോയി പരീക്ഷ എഴുതുന്നത് മലപ്പുറത്താണ്. കാരണം അവിടെ ഉള്ള കുട്ടികൾ പഠിക്കില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പം മലപ്പുറക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? പഠിക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ പുറത്തോട്ട് എഴുതാൻ പോകുന്നില്ല. ശരിയല്ലേ? എന്നാലും നമ്മൾ നോക്കും എവിടെ എഴുതാമെന്ന്. ഏറ്റവും പഠിത്തം കുറഞ്ഞ ജില്ലയിൽ നമ്മൾ സെൻറ്റർ വയ്ക്കും. എന്നിട്ട് അവിടെ പോയി എഴുതി നമ്മൾ ജോലി വാങ്ങിക്കും അല്ലേ? പക്ഷേ അതിനി നടക്കില്ല കേട്ടോ. എല്ലാ ജില്ലകളിലും പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മുണ്ട കലാപം. മുണ്ടകൾ ആരാണ്? അതും ഗോത്രവർഗ്ഗക്കാരാണ്. ശരി, മുണ്ട ഗോത്രവർഗ്ഗക്കാരാണ്. എവിടുത്തെ ഗോത്രവർഗ്ഗമാണ്? ഈ ഗോത്രവർഗ്ഗക്കാർ പ്രധാനമായും രാജ്മഹൽ ഹിൽസ്, ഛോട്ടാ നാഗ്പൂർ ഏരിയ, രാജ്മഹൽ ഹിൽസ്, ഛോട്ടാ നാഗ്പൂർ ഏരിയ അല്ലെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇവർ താമസിച്ചിരുന്നത്. ജാർഖണ്ഡ്, ബീഹാർ ഭാഗങ്ങളിലാണ് ഈ മുണ്ടകൾ താമസിച്ചിരുന്നത്. ഒറീസയിലൊക്കെ ഉണ്ട് മുണ്ട. മുർമു എന്നൊക്കെ പറയുന്നത് ദ്രൗപദി മുർമു ഒക്കെ ഉണ്ടല്ലോ. ആ മുർമു എന്ന് പറഞ്ഞാൽ ഈ വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്, ആദിവാസി വിഭാഗമാണ്. അപ്പോൾ മുണ്ട കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ബിർസ മുണ്ട നേതൃത്വം കൊടുത്തു. അപ്പോൾ മുണ്ട കലാപം യഥാർത്ഥത്തിൽ ഒരു അഗ്രേറിയൻ റിവോൾട്ടായിരുന്നു. ആദിവാസികളുടെ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. ആ കലാപത്തെ അടിച്ചമർത്തി. ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ മരിച്ചിട്ടുള്ളത് ഈ മുണ്ട കലാപമാണ്. ബിർസ മുണ്ടയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. വർഷമാണ് ഏറ്റവും പ്രധാനം. 1899, 1900. ഈ മുണ്ട കലാപം കഴിഞ്ഞു. അടുത്ത വെല്ലൂർ കലാപത്തിലേക്ക് പോകാം. വെല്ലൂർ കലാപത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് ഇവിടെ വെല്ലൂർ കലാപം? ഈ വെല്ലൂർ എവിടെയാണ്? വെല്ലൂർ തമിഴ്നാട്ടിലാണ്. ശരി, ആ താഴോട്ട് എഴുതി. പണ്ടൊരു വെല്ലൂർ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മെഡിക്കൽ കോളേജ്. ഇവിടുത്തെ ആളുകൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് വെല്ലൂരായിരുന്നു. ഈ വെല്ലൂർ കലാപം ആരൊക്കെ തമ്മിലായിരുന്നു?
വെല്ലൂർ കലാപം നടന്നത് ഇന്ത്യക്കാരായ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. അതായത് ബ്രിട്ടീഷ് പട്ടാളത്തിലെ അസംതൃപ്തരായ ഇന്ത്യക്കാരായ സൈനികർ, ശിപായിമാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അസംതൃപ്തരായ ബ്രിട്ടീഷ് സേനയിലുണ്ടായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന കലാപമാണ് വെല്ലൂർ കലാപം. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ശരി, വെല്ലൂർ കലാപം നടന്ന വർഷം ഏതാണ്? 1806. ഈ വെല്ലൂർ കലാപം അടിച്ചമർത്താൻ സേന വന്നത് എവിടെ നിന്നാണ്? ആർക്കോട്ട്. ആർക്കോട്ട് തമിഴ്നാട്ടിൽ തന്നെയാണ്. ആർക്കോട്ട് നിന്നാണ് വന്നത്. ഈ ആർക്കോട്ടിൽ നിന്ന് വന്ന സേനയ്ക്ക് നേതൃത്വം കൊടുത്ത കേണലിൻ്റെ പേരാണ് റോബർട്ട് ഗില്ലസ്പി. റോബർട്ട് ഗായിട്ട് വള്ളി ഗില്ലസ്പി. ആർക്കോട്ട് നിന്നാണ് കേണൽ റോബർട്ട് ഗില്ലസ്പിയാണ് അടിച്ചമർത്തിയത്. ഈ വെല്ലൂർ കോട്ട വളഞ്ഞ് ഇവരെ മുഴുവൻ അടിച്ചമർത്തി നശിപ്പിച്ചു കളഞ്ഞു, ഈ പട്ടാളക്കാരെ മുഴുവൻ. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, വെല്ലൂർ കലാപം 1806 നമ്മൾ പറഞ്ഞു, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ തന്നെ എടുത്ത് ചോദിക്കുകയാണ്, നീ പറയുമെന്ന് അറിയണമല്ലോ. പിന്നെ പണ്ട് PSC പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. സമ്മതിച്ചു. ഈ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്താൻ എവിടെ നിന്നാണ് അഡീഷണൽ സേന വന്നത്? PSC ഒരു മാർക്ക്. തലശ്ശേരിയിൽ നിന്നാണ് എത്തിയത്. അത് PSC ചോദിച്ച ഓർമ്മയുണ്ടോ? തലശ്ശേരിയിൽ നിന്നാണ്. അതുപോലെ ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കേണൽ ഗിഫോർഡ്. വെല്ലൂർ കലാപം നടന്നത് 1806 1806 ജൂലൈ 10. വെല്ലൂർ തമിഴ്നാട്ടിലാണ്. വെല്ലൂർ കലാപത്തിൽ ഏറ്റുമുട്ടിയത് ബ്രിട്ടീഷ് സേനയിലുണ്ടായിരുന്ന അസംതൃപ്തരായ ഇന്ത്യൻ പട്ടാളക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ് വെല്ലൂർ കലാപം നടന്നത്. വെല്ലൂർ കോട്ടയിൽ ബ്രിട്ടീഷുകാരെ വളയുകയും അതിൽ ഇന്ത്യക്കാരെ അടിച്ചമർത്തുകയും ചെയ്തു. ആർക്കോട്ടിൽ നിന്നുള്ള സേനയായിരുന്നു എത്തിയത്. ആരായിരുന്നു നേതൃത്വം കൊടുത്തത്? കൊടുത്തതാണ് കേണൽ റോബർട്ട് ഗില്ലസ്പി. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സേനയാണ് ആർക്കോട്ടിൽ നിന്നും എത്തി വെല്ലൂർ കലാപം അടിച്ചമർത്തിയത്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്താ? അടുത്ത കുറിച്ച് കലാപം. ഇതൊക്കെ ആർക്കാണ് അറിഞ്ഞത്? എന്തിനാണ് കുറിച്ച് കലാപമൊക്കെ ഒന്നുകൂടെ പറഞ്ഞത്? വീണ്ടും താൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു അസ്വസ്ഥത തോന്നുകയാണ്. കലാപം നടക്കുന്നത് 1812 മാർച്ച് 25. ഈ കുറിച്ച് കലാപം നടന്ന ജില്ല ഏതാണ്? വയനാടാണ്. ഈ കുറിച്യർ ആരാണ്? ഗോത്രവർഗ്ഗക്കാരാണ്. ശരി, ഈ കുറിച്ച് കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പി. കുറിച്ച് കലാപത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ശരി, അടുത്തത് നമുക്ക് സന്യാസി ഫക്കീർ കലാപമാണ് പറയേണ്ടത്. സന്യാസി ഫക്കീർ കലാപം. സന്യാസിമാർ ഹിന്ദുക്കളിലാണ് സന്യാസി. ഫക്കീർമാർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ സന്യാസിമാരും ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ കലാപമാണ് സന്യാസി ഫക്കീർ കലാപം. വർഷം 1763 മുതൽ 1800 വരെ. എവിടെയാണ് ഈ കലാപത്തിന്റെ കേന്ദ്രം? ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. അതായത് പഴയ ബംഗാൾ. ഇന്ത്യൻ വിപ്ലവത്തിന്റെ നഴ്സറി ഏതാണ്? ബംഗാളാണ്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ സന്യാസി ഫക്കീർ കലാപം നടന്ന് മനസ്സിലായി. ഇത് പറയാനുണ്ട്, ഇതിന് ചെറിയൊരു സാഹചര്യമുണ്ട്. എന്താണെന്നറിയാമോ? സന്യാസി ഫക്കീർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവൽ ഏതാണ്? ആനന്ദമഠം എഴുതിയത് 1882 1882 ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിലാണ് എഴുതിയത്. ഞാൻ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കട്ടോ? ആനന്ദമഠം എഴുതിയതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. എന്നാണ് പ്രസിദ്ധീകരിച്ച നോവൽ? 1882. എന്തിനാണ് ഇപ്പം ഞാൻ ഈ ആനന്ദമഠം പറയാനുള്ള കാരണം? ഈ ആനന്ദമഠം എന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവലിലെ പ്രതിപാദ്യ വിഷയം സന്യാസി ഫക്കീർ കലാപം. അതിന്റെ പശ്ചാത്തലം സന്യാസി ഫക്കീർ കലാപമാണ്. ഈ സന്യാസി ഫക്കീർ കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഈ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ദേവി ചൗധറാണി, ഭവാനി പതക്, മജുനുഷ. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. പറയൂ. മിടുക്കി, പറയൂ. ഇപ്പോൾ സന്യാസി ഫക്കീർ കലാപം നടന്നത് 1763 മുതൽ 1800 വരെയാണ്. ബംഗാളിലാണ് നടന്നത്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്, ഇന്നത്തെ പശ്ചിമ ബംഗാൾ. ശരി,
സന്യാസി ഫക്കീർ കലാപം പ്രമേയമായി എഴുതിയ കൃതിയാണ് ആനന്ദമഠം. അത് പ്രസിദ്ധീകരിക്കുന്നത് 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ഇതിലെ കഥാപാത്രമാണ് ഭവാനന്ദൻ. ഭവാനന്ദൻ മാതാവിനെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ് ഏത്? വന്ദേ മാതരം. ഈ വന്ദേ മാതരം പാടാൻ പുതിയ സമയം എത്രയാണ്? 3 മിനിറ്റും 10 സെക്കൻഡും. വന്ദേ മാതരം പാടാൻ എടുക്കേണ്ട സമയം 3 മിനിറ്റും 10 സെക്കൻഡും. 3 മിനിറ്റ് 10 സെക്കൻഡ് ബ്രാക്കറ്റിൽ 190 സെക്കൻഡ് ചോദിക്കാം. അതേസമയം ജനഗണമനയാണെങ്കിൽ 52 സെക്കൻഡ്, ജനഗണമനയാണെങ്കിൽ 52 സെക്കൻഡ്. ദേശീയ പതാകയുടെ നീളവും വീതിയും 3:2, വീതിയും നീളവും 2:3. ശരി, ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. സന്യാസി ഫക്കീർ കലാപം പശ്ചാത്തലമാക്കിയ കൃതിയാണ് ആനന്ദമഠം. 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയതെന്ന് പറഞ്ഞു. സന്യാസി ഫക്കീർ കലാപം ബംഗാളിലാണ് നടന്നത്. അതിന് നേതൃത്വം നൽകിയവരാണ് ദേവി ചൗധറാണി, ഭവാനി പഥക്, മജ്നു ഷാ. ശരി, ഇനി ഇതൊന്ന് അഴിക്കുക. എന്നിട്ടേ ആ ബോർഡിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് എഴുതുക. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളിയാണ്. ബംഗാളി. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് ദുർഗേശ നന്ദിനി. 1865. ഈ 1865 കേട്ടപ്പോഴത്തേക്ക് തൻ്റെ മനസ്സിലൂടെ എന്തെങ്കിലും കടന്നു പോയോ? പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. കാർഷിക മേഖലയിലെ മാഗ്ന കാർട്ട എന്നാണ് പണ്ടാരപ്പാട്ട വിളംബരം അറിയപ്പെടുന്നത്. അത് ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ, ഇതുമായിട്ട് ബന്ധമില്ല. ആദ്യ നോവൽ എഴുതി ദുർഗേശ നന്ദിനി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവലാണ് ആനന്ദമഠം. 1882. ഭിക്ഷവൃക്ഷ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. ദേവി ചൗധറാണി ഒരു പ്രാദേശിക റാണിയായിരുന്നു. ദേവി ചൗധറാണി സന്യാസി ഫക്കീർ കലാപവുമായി ബന്ധമുള്ള ആളാണ്. ദേവി ചൗധറാണി, ശരിയല്ലേ? അപ്പോൾ ഇത്രയും ഒന്ന് വായിക്കൂ. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളിയാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് ദുർഗേശ നന്ദിനി. അത് പ്രസിദ്ധീകരിക്കുന്നത് 1865. 1865 കേരളത്തിൽ നടന്ന സംഭവമാണ് പണ്ടാരപ്പാട്ട വിളംബരം. കാർഷിക മേഖലയിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ആയില്യം തിരുനാളിന്റെ കാലത്താണ്. താൻ തന്നെ അവരുടെ ചോദിക്കും, ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നതിൽ അസ്വസ്ഥത ഉണ്ടോ? ഉണ്ടാവുമോ? കാരണം നമ്മളിതിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇടയ്ക്ക് വേറൊരു കാര്യം പറയുകയാണ്. ശരി, പറയൂ. അപ്പം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവലാണ് ദുർഗേശ നന്ദിനി. അത് പ്രസിദ്ധീകരിക്കുന്നത് 1865. ശരി. ഇദ്ദേഹത്തിന്റെ മറ്റു നോവലുകളാണ് ഒന്ന് ആനന്ദമഠം, 1882 പ്രസിദ്ധീകരിച്ചത്. സന്യാസി ഫക്കീർ കലാപമാണ് പ്രമേയം. ശരി. ഇദ്ദേഹത്തിന്റെ മറ്റൊരു നോവലാണ് വിഷവൃക്ഷ, അതുപോലെ ദേവി ചൗധറാണി. ഇതിൽ ഏറ്റവും അവസാനം PSC പരീക്ഷയ്ക്ക് ചൂസ് ചെയ്തതാണ് വിഷവൃക്ഷ. എഴുതൂ. PSC 1 മാർക്ക്. യഥാർത്ഥത്തിലേ ചക്രവാണി സാറിൻ്റെ യഥാർത്ഥ ശിക്ഷയാവണോ വേണ്ടേ? വേണം. ആവണമെങ്കിൽ ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം. എന്തുകൊണ്ട് ഇത് തൻ്റെ മനസ്സിൽ പതിഞ്ഞില്ല? 1882 വെർണാകുലർ പ്രസ് ആക്റ്റും അതുപോലെ തന്നെ ആംസ് ആക്റ്റും പിൻവലിച്ചത് ആര്? റിപ്പൺ പ്രഭു. ഒന്നുകൂടെ അങ്ങ് പറയുകയാണ്. എന്താ? 1882 ലിട്ടൺ പ്രഭു കൊണ്ടുവന്ന വെർണാകുലർ പ്രസ് ആക്റ്റും ആംസ് ആക്റ്റും റിപ്പൺ പ്രഭു പിൻവലിച്ചത് 1882. ഇത് രണ്ടും കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവാണ്. അത് 1878 1878 അല്ലേ? 1878. ശരി, ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഇങ്ങനെ കൂടെ ചേർത്ത് പറയുമല്ലോ, ഉറപ്പാണല്ലോ. ശരി, ഇവരെന്ത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെന്ത് പറയുമെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിയല്ലേ? ശരി, അവരും നമുക്ക് കുറച്ചൊക്കെ പറയുന്നുണ്ട് ചില കാര്യങ്ങളെ. നമ്മൾ ആ GST വന്ന ഡേറ്റ് എഴുതിയില്ല എന്ന് പറഞ്ഞൊരു പയ്യൻ പറഞ്ഞു. GST സാർ ജൂലൈ പറഞ്ഞപ്പോഴത്തേക്ക് GSTയുടെ ഡേറ്റ് നമ്മൾ എഴുതിയില്ല എന്നൊരു കമൻ്റ് ഒരു പയ്യൻ അതിനകത്ത് ഇട്ടു എന്ന് പറയുന്നത് കേട്ട്. സന്യാസി ഫക്കീർ കലാപം നടന്നത് ബംഗാളിലാണെന്ന് പറഞ്ഞു. ഇന്നത്തെ പശ്ചിമ ബംഗാൾ. അത് പറഞ്ഞപ്പോൾ ഒരു പെണ്ണോട് ഈ ഖും റെയിൽവേ സ്റ്റേഷൻ പശ്ചിമ ബംഗാളിലാണ്. വെരി ഫൈൻ. ഖും റെയിൽവേ സ്റ്റേഷൻ പശ്ചിമ ബംഗാളിലാണ്. ഖും റെയിൽവേ സ്റ്റേഷൻ പശ്ചിമ ബംഗാളിലാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അടുത്ത് ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കട്ടെ. സീറോ വിമാനത്താവളം എവിടെയാണ്? സീറോ വിമാനത്താവളം അരുണാചൽ പ്രദേശിലാണ്. തവാങ് ബുദ്ധമത കേന്ദ്രം എവിടെയാണ്? ആസാമിലാണ്. അതുപോലെ തന്നെ റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്?
സെക്രട്ടേറിയറ്റ്, പശ്ചിമ ബംഗാളിലെ സെക്രട്ടേറിയറ്റ് ആണ് റൈറ്റേഴ്സ് ബിൽഡിംഗ്. അതുപോലെ തന്നെ തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. അപ്പോൾ എല്ലാം അറിയാം. പ്ലാസി യുദ്ധം നടന്ന പ്ലാസിയും ബംഗാളിൽ തന്നെയാണ്. പ്ലാസി യുദ്ധം പറഞ്ഞ ഉടൻ വർഷം പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ? 1757 ജൂൺ 23. ജൂൺ 23 എന്താണെന്ന് പറഞ്ഞോന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? ലോക വിധവാ ദിനമാണ് ജൂൺ. എവിടെയെങ്കിലും പഠിപ്പിക്കാനൊരു അവസരം കിട്ടിയാൽ കിട്ടും, തീർച്ചയാണ്. കാരണം നമുക്ക് ജോലി കിട്ടിയാലും നമുക്ക് ടീച്ചിങ് മെത്തേഡ് തുടരാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ പറയണം. പറയുമല്ലേ? ശരി, നമുക്ക് അടുത്തേക്ക് പോയാലെന്താ? ശരി, സന്യാസി ഫക്കീർ കലാപം കഴിഞ്ഞു. അടുത്തത് ഏക പ്രസ്ഥാനം. ഇത് ആർക്കെങ്കിലും ഒന്ന് അറിയാമെന്ന് ചോദിക്കണം കേട്ടോ. EKA, ഏക മൂവ്മെൻറ്റ്, ഏക മൂവ്മെൻറ്റ് ഓർ യൂണിറ്റി മൂവ്മെൻറ്റ്, ഐക്യപ്രസ്ഥാനം, ഐക്യപ്രസ്ഥാനം, ഐക്യപ്രസ്ഥാനം. ശരി, ഞാൻ അച്ഛനയുടെ അടുത്തൊരു കാര്യം പറയാം. 2026 എല്ലാവരും കേട്ടോളൂ, എല്ലാവരും കേട്ടോളൂ. 2026 IAS പ്രാഥമിക പരീക്ഷയ്ക്ക് കഴിഞ്ഞ ആഴ്ച ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഏക പ്രസ്ഥാനവും ബർദോളി പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ക്വസ്റ്റ്യൻ പോയ പോക്ക് കേട്ടോ, 2 മാർക്കാണ്. 2026 IAS ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏക പ്രസ്ഥാനവും ബർദോളി പ്രസ്ഥാനവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? ഇതാണ് PSC ചോദിച്ചത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ IAS ഒരു ക്വസ്റ്റ്യൻ ആയില്ല, നമുക്ക് ഏക പ്രസ്ഥാനം നോക്കാമോ? ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഉത്തരം പിടിക്കാം. പറയൂ. ആദ്യം ഏക പ്രസ്ഥാനം നടന്ന വർഷമാണ് നമുക്ക് ആവശ്യം. ഏക പ്രസ്ഥാനം നടന്നത് 1921, 22 കാലഘട്ടങ്ങളിലാണ്. ശരി, ഏക പ്രസ്ഥാനം നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തർപ്രദേശ്. അവധ് പ്രദേശങ്ങളിലാണ്. അവധ്, സീതാപൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ഏകതാ പ്രസ്ഥാനം. ആര് നടത്തിയതാണ്? കർഷകരാണ് നടത്തിയത്. കർഷകർ. ഇത് അഗ്രേറിയൻ റവല്യൂഷനാണ്, അഗ്രേറിയൻ റബലിയനാണ് ഏക പ്രസ്ഥാനം. ഈ ഏകപ്രസ്ഥാനം നടത്താനുള്ള കാരണം എന്താണ്? ഏകപ്രസ്ഥാനം നടത്താനുള്ള കാരണത്തിന് 2ആണ്. ഒന്ന്, പാട്ടം കൂട്ടി എഴുതിക്കോളൂ. പാട്ടം കൂട്ടിയത് കാരണം 1, പാട്ടം കൂട്ടി. അതാണ് IAS ചോദിച്ചത്. പാട്ടം കൂട്ടി. പിന്നെ കുടിയൊഴിപ്പിക്കൽ, എവിക്ഷൻ, കുടിയൊഴിപ്പിക്കൽ. അതുപോലെ കൊള്ളപ്പലിശ, അടിച്ചമർത്തൽ, ചൂഷണം, ഇതൊക്കെ ഉണ്ട് ഏകപ്രസ്ഥാനം. ഇതിൽ പ്രതിഷേധിച്ച് ഒരു കർഷക കൂട്ടായ്മയായിരുന്നു ഏകപ്രസ്ഥാനം, യൂണിറ്റി പ്രസ്ഥാനം എന്നാണ്. ഈ യൂണിറ്റി പ്രസ്ഥാനത്തിന് ആദ്യം കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനവും ഇതിനെ അനുകൂലിച്ചു. കാരണം ഈ വർഷമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല. 1921, 22. 1921, 22 ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ശരിയല്ലേ? അപ്പോൾ പാട്ടം കൂട്ടിയതും കുടിയൊഴിപ്പിക്കലുമായിരുന്നു, കൊള്ളപ്പലിശയ്ക്കുമായിരുന്നു ഏകപ്രസ്ഥാനം ആരംഭിക്കാനുള്ള കാരണം. ഉത്തർപ്രദേശിലാണ് ഇത് ആരംഭിച്ചത്. ഏകപ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മദാരി പാസി. ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. എന്നിട്ട് ഈ പ്രക്ഷോഭം എങ്ങോട്ടൊക്കെ വ്യാപിച്ചു? ഹർദോയി, സീതാപൂർ, അതുപോലെ ഉന്നാവോ തുടങ്ങിയ ജില്ലകൾ. ഇതെല്ലാം ഉത്തർപ്രദേശ് തന്നെ. എല്ലാം യുണൈറ്റഡ് പ്രോവിൻസ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ മതി. ഉന്നാവ് എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വലിയ ബഹളം നടന്ന ഒരു സ്ഥലമാണ് ഉന്നാവ്, സീതാപൂർ. ശരി, നേതൃത്വം കൊടുത്ത ആര്? മദാരി പാസി. ഇദ്ദേഹം പാസി ഗോത്രവർഗ വിഭാഗത്തിൽ. അപ്പോൾ പാസി വിഭാഗക്കാരായിരിക്കും പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് അല്ലേ? ഇത് അടിച്ചമർത്തി. ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? അടിച്ചമർത്തി. ഏക മൂവ്മെന്റ് മനസ്സിലായി. ഏക മൂവ്മെന്റിന് IAS ചോദിച്ചത് ഏക മൂവ്മെന്റ് പാട്ടം എന്ന് വെച്ചാൽ ഈ ഭൂമി ആദ്യം സെമീൻദാരന്മാർക്ക് കൊടുക്കും. സെമീൻദാരന്മാരാണ് പിന്നെ ആർക്ക് കൊടുക്കുന്നത്? ടെനൻസിന് കൊടുക്കുന്നത്. ടെനൻസ് താഴെ കൃഷി ചെയ്യുന്നവരാണ് ടെനൻസ്. ഈ ടെനൻസിൻ്റെ നിന്ന് സെമീൻദാരന്മാർ കൂടുതൽ പാട്ടം വാങ്ങിക്കും. ഇപ്പോൾ 500 രൂപ പാട്ടമാണെങ്കിൽ 750 വാങ്ങിക്കും, അല്ലെങ്കിൽ 1000 വാങ്ങിക്കും. ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത് യഥാർത്ഥത്തെ കൊടുക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ സെമീൻദാരന്മാർ കൂടുതൽ പാട്ടം വാങ്ങിയതാണ് പ്രശ്നമായി തീർന്നത്. അതേപോലെ തന്നെ കമ്പൽസറി എവിക്ഷൻ ഇതും ഇതിന് കാരണമായി തീർന്നു. ഏക പ്രസ്ഥാനം, ഏക മൂവ്മെന്റ്. IAS 1 മാർക്ക്. ഏക മൂവ്മെന്റ് അഥവാ ഏക പ്രസ്ഥാനം, ഇതിന്റെ മറ്റൊരു പേരാണ് ഐക്യപ്രസ്ഥാനം. ഐക്യപ്രസ്ഥാനം എന്ന് പറഞ്ഞാലും അത് ഏക മൂവ്മെന്റ് തന്നെയാണ്. ഇത് നടന്നത് 1921, 22 കാലഘട്ടത്തിലാണ്. ഉത്തർപ്രദേശിലെ ഉന്നാവോ, സീതാപൂർ, അതുപോലെ ഹർദോയി തുടങ്ങിയ ജില്ലകളിലൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രക്ഷോഭം നടന്നത്. ഇതൊരു കർഷക പ്രക്ഷോഭമാണ്. ഇതിനുള്ള പ്രധാന കാരണങ്ങളായിരുന്നു: ഒന്ന്,
പാട്ടം ബ്രിട്ടീഷുകാര് നിശ്ചയിച്ചതിലും കൂടുതൽ പാട്ടം കൂടുതൽ വാങ്ങാൻ തുടങ്ങി. അതുപോലെ കൊള്ളപ്പലിശ, അതുപോലെ ഭൂമിയിൽ നിന്നും അനധികൃതമായിട്ട് കർഷകരെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുടിയൊഴിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഈ പ്രക്ഷോഭം ഏകാ മൂവ്മെന്റിലേക്ക് കർഷകരെ നയിച്ചത്. INC-യുടെയും അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിരുന്നു ഇതിന് തുടക്കത്തിൽ നേതൃത്വം നൽകിയതെങ്കിലും കലാപം കടന്നപ്പോഴേക്ക് ഇവർ രണ്ടുപേരും പിന്മാറിക്കളഞ്ഞു. പിന്നീട് ഈ കലാപത്തിന്, അതായത് ഏകാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പാസി ഗോത്രവർഗ വിഭാഗക്കാരനായ മദാരി പാസിയാണ്. ഈ വിപ്ലവം അടിച്ചമർത്തപ്പെട്ടു. ശരിയല്ല യഥാർത്ഥത്തിൽ. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തത് ഇതിനോട് ചേർത്ത് തന്നെ നമുക്ക് ബർദോളി പറഞ്ഞിട്ട് സാരാബന്ദിയിലേക്ക് വരാം. ബർദോളിയും ഏകാപ്രസ്ഥാനമാണ് IAS-ന് ചോദിച്ചത്. അടുത്ത ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം നടക്കുന്നത് 1928-ലാണ്. ആദ്യം ബർദോളി എവിടെയാണ്? ബർദോളി ഗുജറാത്തിലാണ്. സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ലാൻഡ് റവന്യൂ കൂട്ടിയതാണ് എൻ്റെ പ്രശ്നം അല്ലേ? ഭൂനികുതി 30% ബ്രിട്ടീഷുകാർ വർദ്ധിപ്പിച്ചു. അതിനെതിരായി നടന്നതാണ് ബർദോളി സത്യാഗ്രഹം. അവസാനം ഭൂനികുതി കുറച്ചു ബ്രിട്ടീഷുകാർ. അപ്പോൾ ബർദോളി സത്യാഗ്രഹം ഭൂനികുതിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ 1925 ആയപ്പോഴത്തേക്ക് ഇന്ത്യ കടുത്ത ക്ഷാമം നേരിട്ടിരുന്ന കാലമായിരുന്നു. എന്നിട്ട് പോലും അപ്പം കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാൻ തയ്യാറായില്ല, നികുതി കുറയ്ക്കാൻ തയ്യാറായില്ല. പകരം 30% നികുതി കൂട്ടുകയാണ് ചെയ്തത്. അതെ, ശരി. അപ്പോൾ ഏകാ പ്രസ്ഥാനവും ബർദോളി പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം, ബർദോളി പ്രസ്ഥാനം ഭൂനികുതി കൂട്ടിയതിനെതിരായിട്ടായിരുന്നു, മറ്റേത് പാട്ടം കൂട്ടിയതിനെതിരായിട്ടായിരുന്നു, കുടിയൊഴിപ്പിക്കലിനെതിരായിട്ടായിരുന്നു. ശരിയല്ലേ? ഇവിടെ ഒരു കാര്യം കൂടി അഞ്ജന വ്യക്തമാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ നേരിട്ട് പാട്ടം പിരിക്കുന്നില്ല. ബ്രിട്ടീഷുകാർ ഈ ഭൂമി സെമീന്ദാരന്മാർക്ക് കൊടുക്കും. സെമീന്ദാരന്മാർ ഈ കരം പിരിക്കുന്നത് ടെനൻസിൻ്റെ കയ്യിൽ നിന്നാണ്. യഥാർത്ഥ പിരിക്കുന്നതിനേക്കാളും കൂടുതൽ പിരിച്ചെടുക്കും, ബ്രിട്ടീഷുകാർക്ക് കുറച്ച് കൊടുക്കും. ഇതാണ് ആ പ്രക്ഷോഭത്തിന് കാരണമായി തീർന്നത്. ഇത് IAS പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2026 ഈ പ്രക്ഷോഭം വിജയകരമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തിലൂടെ അവസാനം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങുകയും അതുപോലെ പാട്ടം കുറയ്ക്കേണ്ടി വരികയും ചെയ്തു. ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത് എവിടെയാണ്? ഗുജറാത്തിലാണ്. എനിക്ക് ഒരു കൾച്ചറേ ഉള്ളൂ, അത് അഗ്രികൾച്ചറാണെന്ന് പറഞ്ഞതാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ എവിടെയാണ് നിൽക്കുന്നത്? ഗുജറാത്തിലെ നർമ്മദാ നദീ തീരത്താണ്. നർമ്മദാ നദിയുടെ തീരത്തുള്ള നർമ്മദാ നദിയിലുള്ള ഒരു അണക്കെട്ട് ഏതാണ്? സർദാർ സരോവർ അണക്കെട്ട്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയുടെ ഉയരം എത്രയാണ്? 182 മീറ്റർ അഥവാ 597 അടി. പ്രതിമ നിർമ്മിച്ചതാരാണ്? ബിമൽ ഹസ്മുഖ് അല്ല, RV സുധറാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. പേരാണ് ഏകതാ പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അംഗമായിരുന്നു. അത് മാത്രമല്ല ഈ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ബർദോളി സത്യാഗ്രഹം കഴിഞ്ഞു. ഈ ബർദോളി സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1928 ഫെബ്രുവരിയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഏകദേശം 4 മാസത്തോളം ഈ സത്യാഗ്രഹം നീണ്ടുനിന്നു. ശരി, ഇനി ഒരെണ്ണം ഉള്ളത് സാരാബന്ദി പ്രക്ഷോഭമാണ്. സാരാബന്ദി നോ ടാക്സ് ക്യാമ്പയിനാണ്. നോ ടാക്സ്, നികുതി നൽകില്ല. ഈ സാരാബന്ദി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നികുതി നൽകില്ല എന്നാണ്. അതെ, സാരാബന്ദി 1922 നേതൃത്വം കൊടുത്ത ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഗുജറാത്തിലെ ബോർസാദ് ജില്ലയിലാണ് ഇത് നടന്നത്. ബോർസാദ് ജില്ല. നേതൃത്വം നൽകിയത് പട്ടേലാണ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഒരു ചെറിയ ക്ലാസ്സാണ് ഞങ്ങളിവിടെ എടുത്തത്. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരാശയം തോന്നിയത് ഇതേപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ എടുത്താലെന്നാണ്. അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. SINK സിങ്ക് എന്ന വാക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏത്? ഹർട്ടിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏത്? ലൈ കിടക്കുന്നു എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? സിസേറിയൻ്റെ സ്പെല്ലിംഗ് ഏതാണ്? ഓംലെറ്റിൻ്റെ സ്പെല്ലിംഗ് ഏതാണ്? ഓർമ്മയുണ്ടോ? അപ്പോൾ നമുക്കതെല്ലാം കൂടെ ചേർത്ത് അടുത്തൊരു ക്ലാസ് എടുത്താൽ എന്താ? അവരുടെ അഭിപ്രായം എടുത്തിട്ടല്ലേ.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഞാനെടുത്തൊരു ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടല്ലോ, ആ ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് ഇവിടെ ഒന്ന് എടുത്തു നോക്കാം. തനിക്കിപ്പോൾ ഇംഗ്ലീഷ് എടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായത് ഇല്ലേ? ഇംഗ്ലീഷിനോട് പ്രത്യേക താല്പര്യം തോന്നി തുടങ്ങിയില്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം എഴുതുക. അഞ്ചുമയും കൂടെ നിന്നിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ക്ലാസ്സിൽ എടുത്ത ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ആ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാൻ ഒരു ശ്രമം നടത്താം. നിങ്ങളെല്ലാവരും അഭിപ്രായം എഴുതണം. ഇനി ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി കടക്കണം. ഇനി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.